ദേശീയപാതാ മണ്ണെടുപ്പിലെ അശാസ്ത്രീയതയെ തുടർന്ന് ഇടിഞ്ഞു വീണ വീടിന് മുന്നിൽ നിസ്സഹായയായി നിൽക്കുകയാണ് കണ്ണൂർ തങ്കേക്കുന്നിലെ ഷീബ. ഇന്നലെ ഇടിഞ്ഞു വീണ വീട്ടിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഷീബയും കുടുംബവും രക്ഷപ്പെട്ടത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് വെക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇത് പൊളിഞ്ഞു അത് ഞെരുങ്ങുന്നതോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാലി വെക്കുമ്പോൾ തന്നെ ആങ്ങളെ മേലെ കയറിയതിനും ടാങ്ക് എടുക്കാൻ. അപ്പോൾ ആ കാലി വെക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഞെരുങ്ങുന്ന പോലെ ഉണ്ട്, പൊട്ടുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുക ഇത്. നിങ്ങൾ കുറേ കാലമായിട്ട് അധികൃതരോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇത്രയും ആഴത്തിൽ മണ്ണെടുത്തു, ഇത് ഭീഷണിയാണ്, വീട് ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക, ഏത് സമയം ഇടിയാവുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, ഒരു നടപടി ഉണ്ടായില്ല അല്ലേ? ഇല്ല. നമ്മൾ ഫസ്റ്റ് അവർ അളക്കുമ്പോൾ തന്നെ നമ്മളെ ഒരു വീടിൻ്റെ ഒരു കോണ് പോകുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞതാണ്, ഒരു വീടിൻ്റെ ഒരു കല്ലറിയാൽ അത് വീട് പോയി, അപ്പം നിങ്ങൾ അത് ഫുള്ള് എടുക്കണം. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ചെറിയ ഭാഗങ്ങൾ പോകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള ഇതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയും നിർബന്ധമാണെങ്കിൽ നമ്മൾ ആ ഒരു ബെഡ്റൂം എടുക്കാമെന്ന്. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തരില്ല എന്നാണ്. ഒരു ബെഡ്റൂം എടുത്തത് കൊണ്ട് ബാക്കി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കൊരു 2 ബെഡ്റൂമുള്ള ചെറിയൊരു വീടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ബാക്കിനെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ നമ്മൾ കൊടുക്കണമെന്ന്. പിന്നെ ഇവർ വയ്യ ഈ കുഴി എടുക്കാൻ തുടങ്ങിയാലോ അവർക്ക് തോന്നി ഇത് ഭീഷണിയാണ്, വീട് എന്തായാലും നിൽക്കൂലെന്ന്. അവരപ്പാട് പറഞ്ഞു നമ്മൾ എന്നിട്ട് കേസ് കൊടുത്തിരുന്നു, നമ്മൾ വക്കീലിനാക്കിയിട്ട് കേസ് കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കേസ് കൊടുത്തത് കൊണ്ടാണ് നിങ്ങളത് എടുക്കാത്തത്, അതുകൊണ്ട് നിങ്ങൾ കേസൊന്ന് ഒഴിവാക്കിത്താ, നമ്മൾ 1 മാസം കൊണ്ട് നിങ്ങൾ പൈസ തരാമെന്ന്. അങ്ങനെ നമ്മൾ മാർച്ച് മാസം എല്ലാം വക്കീലിനെല്ലാം പറഞ്ഞ് എല്ലാം അവർക്ക് അറിയാം, നമ്മളെ അവസ്ഥ അറിയുന്നത് കൊണ്ട് വക്കീൽ ഒഴിവാക്കി തന്ന് 1 മാസം കൊണ്ട് തന്നെ നമ്മളോട് പെട്ടെന്ന് തരും. വക്കീൽ ഒഴിവാക്കുന്നുണ്ടായിട്ടില്ല. ഞാൻ അത്രയും പറഞ്ഞു നമ്മളെ അവസ്ഥ അതാണ്. എനിക്ക് കുട്ടികളെയും കൊണ്ട് ചെറിയ മോള് പെൺകുട്ടിയുണ്ട്, കല്യാണം കഴിയാതായ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട് എങ്ങനെയെങ്കിലും ആക്കണം, അതുകൊണ്ട് സാർ എന്തായാലും എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു